ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലു പൂരി, പൊട്ടാറ്റോ പൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, മാത്രമല്ല നല്ലൊരു ഈവനിങ് സ്നാക്ക് കൂടിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആലു പൂരി, ഈ ഒരു മസാല പൂരി തയ്യാറാക്കുന്നത്. ഇവിടെ അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം, അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ അരക്കപ്പ് റവയിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 10 മുതൽ 15 മിനിറ്റ് വരെയൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്കിതൊരു 10-15 മിനിറ്റ് അടച്ചു വെക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇപ്പോൾ റവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ ചേർത്തോളൂ, നല്ല ടേസ്റ്റാണ്. പിന്നെ പച്ചമുളക്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. റെഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. പിന്നെ ജീരകം ചേർത്ത് കൊടുക്കാം. സാധാരണ ജീരകമാണ്, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ. പെരിഞ്ജീരകം വേണമെങ്കിൽ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊട്ടാറ്റോസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ്, ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണ് ചേർക്കുന്നത്. വലുതൊക്കെ ആണെങ്കിൽ 1 ചേർത്താൽ മതിയാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 തവണയായിട്ട് ചേർത്ത് കൊടുക്കാം. മുഴുവൻ ഒരുമിച്ച് ചേർക്കാതെ 2 തവണയായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല, ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്, പക്ഷെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലേക്ക് 1-2 ടീസ്പൂൺ ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് തടവിയിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നേരത്തെ വെച്ചതുപോലെ 10-15 മിനിറ്റൊക്കെ അടച്ചു വെക്കാം. 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഇനി നമുക്ക് പൂരി തയ്യാറാക്കി തുടങ്ങാം, പരത്തിയെടുക്കാം. അപ്പോൾ ഓരോ ഉരുളിയും ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ഗോതമ്പ് പൊടിയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചപ്പാത്തി പലകയിലും കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നന്ന തിക്കാവാനും പാടില്ല, തിന്നായിരിക്കാനും പാടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നന്ന നേരിയതാവാതെ കുറച്ച് തിക്കായിട്ട് തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇതുപോലെ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ പരത്തിയെടുക്കാം. ഇനി നമുക്ക് പൂരി ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ പൂരി ഇട്ട് കൊടുക്കാം. മീഡിയം ഹോട്ടിലാണ് ഇടേണ്ടത്, ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡ് പൊങ്ങി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ആലു പൂരി അങ്ങനെ ഇവിടെ റെഡിയാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ കണ്ടിട്ട് കരിഞ്ഞു പോകുമെന്ന് വിചാരിക്കേണ്ട. ഇതിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളർ, ഒരു റെഡ് കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്നത് മുളക് പൊടി ചേർക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ വളരെ ഈസിയാണ് തയ്യാറാക്കാൻ, വളരെ വളരെ ടേസ്റ്റിയുമാണ് ഈ ഒരു പൂരി. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ഇത് നമുക്ക് ചായയുടെ കൂടെയൊക്കെ തനിയെ കഴിക്കാനും ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു ഈവനിങ് സ്നാക്ക് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്